ഇപ്പോൾ ഒരു വാർത്ത പാലക്കാട് മണ്ണാർക്കാട് നിന്ന് വരുന്നുണ്ട്. 5 ആടുകളെ അജ്ഞാത ജീവി കടിച്ചു കൊന്നു. തോണിപ്പുറം സ്വദേശി സെബാസ്റ്റ്യന്റെ ആടുകളെയാണ് അജ്ഞാത ജീവി കടിച്ചു കൊന്നത്. പുലി എന്നാണ് നാട്ടുകാരുടെ സംശയം. ആയിഷത്തുൽ ഷംന വിശദാംശങ്ങളുമായി. ഷംന, ഇതൊരു അജ്ഞാത ജീവിയാണ് എന്ന് പറയുമ്പോഴും എന്തെങ്കിലും തരത്തിൽ സംശയങ്ങൾ നാട്ടുകാർ പ്രകടിപ്പിക്കുന്നുണ്ടോ? അനുജ, പുലി എന്നാണ് ഇപ്പോൾ നാട്ടുകാരുടെ സംശയം. കാരണം ഈ മേഖലയിലൊക്കെ, പ്രത്യേകിച്ച് മണ്ണാർക്കാട്, മലപ്പുറം, പാലക്കാട് മേഖലകളിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുലിയുടെ സാന്നിധ്യമുള്ളതായി സംശയമുണ്ടായിരുന്നു. ഇതേ തുടർന്ന് വനംവകുപ്പ് കൂടി സ്ഥാപിക്കുകയും ക്യാമറകൾ അടക്കം വെച്ച് നിരീക്ഷണം തുടങ്ങുകയൊക്കെ ചെയ്തിരുന്നു. ഇതോടുകൂടിയാണ് പുലി എന്ന സംശയത്തിൽ തന്നെ നാട്ടുകാർ ഉറച്ചു നിൽക്കുന്നത്. 5 ആടുകളെയാണ് ഇപ്പോൾ കടിച്ചു കൊന്നിരിക്കുന്നത്. ഒപ്പം തന്നെ നേരത്തെയും ഈ മേഖലകളിലൊക്കെ പശുക്കുട്ടികൾക്കടക്കം ഈ അജ്ഞാത ജീവിയുടെ കടിയേൽക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ മേഖലയിൽ അത് കൃത്യമായി വനംവകുപ്പ് അന്വേഷണം നടത്തി ക്യാമറകൾ അടക്കം സ്ഥാപിച്ച് ഇനി നിരീക്ഷണം ശക്തമാക്കണമെന്നാണ് ഇപ്പോൾ നാട്ടുകാരുടെ ആവശ്യം. അനുജ, അതാണിപ്പോൾ ഈ 5 ആടുകൾ ചത്ത നിലയിൽ എന്ന് പറയുമ്പോൾ അത് ഒരു ദിവസം സംഭവിച്ചതാണ് എന്ന തരത്തിലാണോ, അതോ പല ദിവസങ്ങളിൽ ഉണ്ടായതാണോ, ഒറ്റ ദിവസം തന്നെ സംഭവിച്ചതാണോ ഷംന? അനുജ, ഇത് ഒരു ദിവസം തന്നെ സംഭവിച്ചത് എന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഈ വളർത്തു ആടുകൾ അതിങ്ങനെ ഒറ്റയടിക്ക് ചത്തുപോയത് വളരെ ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യമാണെന്നും, ഒപ്പം ഇത് വളർത്തു മൃഗങ്ങൾക്കപ്പുറം ഇനി മനുഷ്യർക്ക് കൂടി ഈ അജ്ഞാത ജീവിയുടെ കടിയേൽക്കാൻ സാധ്യതയുണ്ട് എന്ന ഒരു ആശങ്ക നാട്ടുകാർക്കുണ്ട്. അതേ തുടർന്ന് തന്നെയാണ് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു നിരീക്ഷണം ഉണ്ടാവണം, ക്യാമറകൾ അടക്കം സ്ഥാപിച്ച് ഒരു അന്വേഷണവും ഒക്കെ ഉണ്ടാകണമെന്ന് നാട്ടുകാർ വ്യക്തമാക്കുന്നതും. എന്തായാലും ഇപ്പോൾ പുലി എന്ന സംശയമാണുള്ളത്. പുലി എന്ന സ്ഥിരീകരണത്തിലേക്ക് എത്താൻ പാകത്തിനുള്ള കാൽപ്പാടുകളോ മറ്റൊന്നും കണ്ടെത്തിയിട്ടില്ല. എങ്കിലും ആ ഒരു സംശയത്തിൽ തന്നെ നാട്ടുകാർ ഉറച്ചു നിൽക്കുകയാണ്. അനുജ, ശരി. പാലക്കാട് മണ്ണാർക്കാടാണ് 5 ആടുകളെ അജ്ഞാത ജീവി കടിച്ചു കൊന്നു. അത് പുലിയാണോ എന്നൊരു സംശയം നാട്ടുകാർ ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. തോണിപ്പുറം സ്വദേശി സെബാസ്റ്റ്യന്റെ ആടുകളെയാണ് ഈ ജീവി കടിച്ചു കൊന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.